നമസ്കാരം. പതിരും കതിരും. ടോംസിൻ്റെ ബോബനും മോളിയും കൂടി നടന്നു പോകുമ്പോൾ കടയ്ക്ക് മുമ്പിൽ ഒരു ബോർഡ് കണ്ടു. വിവാഹാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. പിറ്റേന്ന് അവർ ഹിപ്പിയെയും കൂട്ടി വന്ന് കടക്കാരനോട് പറഞ്ഞു, ഒരു പെണ്ണിനെ വേണം. കടക്കാരൻ അത്ഭുതത്തോടെ ചോദിച്ചു, പെണ്ണോ? എന്തിന്? അപ്പോൾ ബോബനും മോളിയും പറഞ്ഞു, ഈ ഹിപ്പി ചേട്ടന് ഒരു വിവാഹാവശ്യത്തിനാണ്. ഇതുപോലെ ഒരു ബോർഡും വെച്ച് കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ് AKG സെൻറ്ററിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന ശ്രീ ഗോവിന്ദം മാരേജ് ബ്യൂറോ. ഇവിടെ പക്ഷേ വിവാഹത്തിനാവശ്യമായ രക്തഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. പെണ്ണിനെ ആവശ്യക്കാർ കൊണ്ടുവരണം. പാർട്ടി ഓഫീസിലും അമ്പലത്തിലും വിളിച്ചു കയറ്റി വല്ലവൻ്റെയും മക്കളെ കല്യാണം കഴിപ്പിക്കാൻ ഈ പാർട്ടിക്ക് പണ്ടേ ഹരമാണ്. ഒരു ചുവന്ന ഹാരം അങ്ങോട്ടും ഒരു ചുവന്ന ഹാരം ഇങ്ങോട്ടും, പിന്നെ ഒരു ചായയും ബിസ്ക്കറ്റും. കഴിഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ഒരു കല്യാണവും ഇവരിങ്ങനെ പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. 1957 മെയ് മാസം 30-നായിരുന്നു അത്. വധു KR ഗൗരി, വരൻ TV തോമസ്. ഉപചാരപൂർവ്വം MN ഗോവിന്ദൻ നായരാണ് കാർമ്മികത്വം വഹിച്ചത്. 12 മണിക്ക് താലികെട്ടും മോതിരം മാറ്റവും നടന്നു. പ്രശസ്ത അഭിഭാഷകൻ മള്ളൂർ ഗോവിന്ദപിള്ളയായിരുന്നു അധ്യക്ഷൻ. ചടങ്ങിൽ വരൻ്റെ ബന്ധുക്കൾ ആരും തന്നെ പങ്കെടുത്തില്ല. ഗൗരി ഒരു ക്രിസ്ത്യാനിയായ തോമസിനെ കല്യാണം കഴിച്ചത് അവർക്കിഷ്ടമായില്ല. അതെന്തായാലും പാർട്ടി മാലയെടുത്തു കൊടുത്ത് നടത്തിയ ആ കല്യാണത്തിൻ്റെ ഫലം പിന്നെ ചരിത്രം കണ്ടു. മാലയെടുത്തു കൊടുത്തത് പാർട്ടി ആയതുകൊണ്ട് ആ പെണ്ണ് പാർട്ടിയുടെ സ്വന്തമായി. രണ്ടും രണ്ട് വഴിക്കായി. ഇതിവിടെ പറയാൻ കാരണം ഗോവിന്ദ മാരേജ് ബ്യൂറോ നടത്തിയ ഒരു കല്യാണത്തിൻ്റെ ആവേശം കണ്ടപ്പോഴാണ്. ശരിക്കും ഗോവിന്ദമ്മാഷിന് പറ്റിയ പണി ഈ ബ്രോക്കർ പണി തന്നെയാണ്. കക്ഷത്തിലിരിക്കുന്ന ഡയറിയിൽ നിന്നും ഫോട്ടോ എടുത്ത് കാണിക്കുന്ന സൈസിലുള്ള ഒരു ഓൾഡ് ബ്രോക്കർ. 18 വയസ്സ് തികഞ്ഞതിൻ്റെ അന്ന് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഒരുത്തിന് AKG സെൻറ്ററിൽ കയറി ചെന്നാൽ മതി, ഗോവിന്ദൻ കല്യാണം നടത്തി കൊടുക്കും. നവോത്ഥാന മൂല്യങ്ങൾക്ക് ഹരം പകരുന്ന തരത്തിലുള്ള മതത്തിൽപ്പെട്ടവർക്കാണ് മുൻഗണന. ഇത് ലവ് ജിഹാദാണെന്നാണ് പെൺകുട്ടിയുടെ പിതാവും അവരുടെ നാട്ടുകാരും പറയുന്നത്. കുംഭമേളയ്ക്ക് മാല വിൽക്കാനിറങ്ങി ജാതകം മാറിപ്പോയ ഒരു പെൺകുട്ടിയാണ് മൊണാലിസ. അവളെ നമ്മുടെ ബോച്ചെ പോയി കൊണ്ടുവന്ന് ഒരു സെലിബ്രിറ്റിയുമാക്കി. മധ്യപ്രദേശുകാരിയായ മൊണാലിസ UP-കാരനായ മുഹമ്മദ് ഫർഹാനെ പ്രേമിച്ചു. വിവാഹത്തിന് വീട്ടുകാരെതിരായതോടെ ആരോ പറഞ്ഞു, കേരളം എന്നൊരു നാടുണ്ട്, അവിടെ CPM എന്നൊരു പാർട്ടിയുണ്ട്, അവരെ പോയി കണ്ടാൽ പാർട്ടി കല്യാണം നടത്തി തരും. ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത്. പെൺകുട്ടി അങ്ങനെ നേരെ തമ്പാനൂർ പോലീസിനെ സമീപിച്ചു. അതോടെ പാർട്ടി ഇടപെട്ടു. അരുമന്നൂർ അമ്പലത്തിൽ വെച്ച് കല്യാണവും നടത്തി. ഇരുവരും അണിഞ്ഞത് ചുവന്ന ഹാരങ്ങളാണ്. ഗോവിന്ദനും ശിവൻകുട്ടിയുമാണ് കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചത്. വല്ലവൻ്റെയും മക്കളെ മതേതര ആക്ടിവിസത്തിൻ്റെ പേരിൽ ഏതോ ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കുന്നവർക്ക് വേദനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കേരളത്തിലുള്ള വല്ല സഖാവിൻ്റെയും മകളായിരുന്നെങ്കിൽ വരൻ്റെ താടിക്ക് പിടിച്ച് കറക്കി ഓരൊറ്റ ഏറ് കൊടുത്തേനെ. പ്രണയികൾക്ക് വേണ്ടി തുടിക്കുന്ന പാർട്ടിയുടെ ഈ മനസ്സ് കാണുമ്പോഴാണ് പഴയ ദത്ത് വിവാദം ഓർമ്മ വന്നത്. അമ്മയറിയാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ദത്ത് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ സഖാക്കളുടെ കള്ളക്കളികളായിരുന്നു. അനുപമ എന്ന യുവതി ഒരു പുരുഷനെ പ്രണയിച്ചത് സഖാവായ പിതാവിന് ഇഷ്ടമായില്ല. മകളുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ആ പിതാവ് കളിച്ച കളിയായിരുന്നു ആ ദത്ത് പരിപാടി. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടാണ് ആ കുഞ്ഞിനെ ഇതര സംസ്ഥാനത്ത് നിന്നും തിരിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തത്. അന്ന് സാംസ്കാരിക കുന്ത്രാണ്ടൻ പ്രസംഗിച്ചത്, എനിക്ക് 3 പെൺമക്കളാണ്, ഏതെങ്കിലും ഒരുത്തനൊപ്പം മകൾ ഇറങ്ങിപ്പോയാൽ അച്ഛനായ ഞാൻ സഹിക്കുമോ എന്നാണ്. പഠിപ്പിച്ചു വളർത്തി സ്ഥാനത്തെത്തിച്ചപ്പോൾ ആ കുട്ടി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാകും മാതാപിതാക്കൾക്കുണ്ടാവുക? മാതാപിതാക്കളുടെ മനോനില മനസ്സിലാക്കേണ്ടേ? ഇങ്ങനെയൊക്കെയായിരുന്നു സർക്കാർ നടത്തിയ സമം പരിപാടിയിൽ മന്ത്രി ചോദിച്ചത്. ഈ ചോദ്യം എന്താ സജി ചെറിയാൻ AKG സെൻറ്ററിലിരിക്കുന്ന ഗോവിന്ദനോടും മന്ത്രി ശിവൻകുട്ടിയോടും ചോദിക്കാത്തത്? സജി ചെറിയാൻ്റെ ഈ പ്രസംഗം ഇവിടെയും ബാധകമല്ലേ? തൻ്റെ മകളെ കുടിക്കതാണെന്നും തിരിച്ചെത്തിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മൊണാലിസയുടെ പിതാവും കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് അയാൾ. മകളെ മതം മാറ്റാനാണ് തട്ടിയെടുത്തത് എന്നാണ് പിതാവ് പറയുന്നത്. ഗോവിന്ദനെയും ശിവൻകുട്ടിയുടെയും ലുട്ടുവിൻ്റെയും കാർമ്മികത്വത്തിൽ ആ ചടങ്ങ് കൂടി അങ്ങ് നടത്തി കൊടുക്കണം. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ശിവൻകുട്ടിയും ഗോവിന്ദനും സ്വന്തം കുടുംബത്തിൽ നടത്തി വിപ്ലവം കാണിക്കണം. നാക്കെടുത്താൽ നുണമാത്രം പറയുന്ന ഗോവിന്ദനും എവിടെയും ചാടിക്കയറിയുന്ന ശിവൻകുട്ടിയും ഉഡായിപ്പിന് കൂട്ടുനിൽക്കുന്ന റഹീമും കൂടി നടത്തിയ കല്യാണമാണിത്. പക്ഷേ കണ്ണൂരെ പാർട്ടി ഗ്രാമത്തിൽ ഏതെങ്കിലും പെണ്ണ് ഇതുപോലെ മറ്റൊരുത്തനെ പ്രണയിച്ച് കൂടെ പോകണമെങ്കിൽ അന്ന് അവിടെ പാർട്ടിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ കലാപം നടക്കും. ഭരണത്തിൽ നിന്നും പോകുന്നതിന് മുമ്പ് ആ ദമ്പതികൾക്ക് ജീവിക്കാൻ
ഒരു സർക്കാർ ജോലി കൂടി കൊടുക്കണം പാർട്ടിയുടെ പാരിതോഷികമായി.